Hello students, നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ മാപ്പിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ 7.1, 7.2, 7.3, 7.4 ഈ 4 ക്വസ്റ്റ്യൻസും നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ഹിൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ ആദ്യം ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ഹിൻറ്റിലേക്ക് പോവുക. അപ്പോൾ അത് 7.1, 7.2, 7.3, 7.4 ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിൽ 7.3യും 7.4 എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. 4 ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൽ 2 ക്വസ്റ്റ്യൻസ് 7.3യും 7.4 നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് തനിയെ ചെയ്ത് നോക്കുക. നിങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് തിയറം. അപ്പോൾ അതിന് ആ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകട്ടെ. മെട്രിക്സ് കണക്ഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് വെക്ടർ സ്പേസിൽ നിന്നും എഫ് എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് എഫ് ലീനിയർ മാപ്പിങ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസ് തന്നിട്ടുണ്ടായിരിക്കും ഓർഡേർഡ് ബേസിസ്. സെക്കൻഡ് വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസ് തന്നിട്ടുണ്ടായിരിക്കും ഓർഡേർഡ് ബേസിസ്. ദെൻ ഫസ്റ്റ് വെക്ടർ സ്പേസിലെ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക, അതിൻ്റെ ഇമേജ് അണ്ടർ എഫ് എടുക്കുക. ദെൻ അതിനെ സെക്കൻഡ് വെക്ടർ സ്പേസിൻ്റെ ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ദെൻ അത് ബാക്കിയുള്ള ബേസിസ് എലമെൻറ്റ്സിനും അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ അതിൽ നിന്ന് നമുക്ക് സ്കെലാർസിൻ്റെ ഒരു മെട്രിക്സ് സ്കെലാർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സ് ഫോം ചെയ്യാം. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, അല്ലെങ്കിൽ അതിൽ നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എഴുതിയപ്പോൾ ഇവിടെ ഞാൻ ആദ്യം മെട്രിക് കണക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് നമ്മൾ ഫോം ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് x11, x12, എക്സെട്ര x1n, സെക്കൻഡ് റോ x21, x22, എക്സെട്ര x2n, എക്സെട്ര xm1, xm2, എക്സെട്ര xmn ആണ് വരിക അല്ലേ. സോ ഇവിടെ എഫ് ഓഫ് v1 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മെട്രിക്സിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് v1 പറയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണുള്ളതെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന എഫ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ലീനിയർ മാപ്പിംഗ് തന്നിട്ടുണ്ട്. ഈ എഫിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം x11, x21, എക്സെട്ര xm1, then x12, x22, എക്സെട്ര xm2, so എക്സെട്ര last row is x1n, x2n, എക്സെട്ര xmn. ഓക്കെ, n ബൈ എ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതാണ് സപ്പോസ് ഇതാണ് എക്സ് ട്രാൻസ്പോസ് അല്ലെങ്കിൽ നമുക്ക് മെട്രിക്സ് മാറ്റ് എഫ് എന്ന് തന്നെ വിളിക്കാം. മാറ്റ് എഫ് സപ്പോസ് ഇതാണ് ഈ തന്നിരിക്കുന്ന ലീനിയർ മാപ്പിങ്ങിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്. മാറ്റ് എഫ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കാം. മാറ്റ് എഫ് തന്നിട്ടുണ്ട്. സോ മാറ്റ് എഫ് എന്ന് പറയുന്നത് x11, x21, എക്സെട്ര xm1, സെക്കൻഡ് റോ x12, x22, എക്സെട്ര xm2. സോ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് x1n, x2n, എക്സെട്ര xmn ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇതിൻ്റെ ഫസ്റ്റ് വെക്ടർ സ്പേസിൽ ഒരു ബേസിസ് നമുക്കറിയാം. ഫസ്റ്റ് ഇത് നമ്മൾ ഈ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തതിൻ്റെ ബേസിസ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സപ്പോസ് ഈ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തത് ഫസ്റ്റ് വെക്ടർ സ്പേസ് വിയുടെ ഓർഡർ ബേസിസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് v1, v2, എക്സെട്ര vmഉം ഇസ് ദ ഓർഡേർഡ് ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് v. ദെൻ സെക്കൻഡ് വെക്ടർ സ്പേസ് wൻ്റെ ഓർഡേർഡ് ബേസിസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് w1, w2, എക്സെട്ര wnഉമാണ്. അപ്പോൾ ഈ ബേസിസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഫോം ചെയ്ത മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് മാറ്റ് എഫ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് വെക്ടർ സ്പേസ് വിയുടെ ഓർഡേർഡ് ബേസിസ് ഞാൻ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വെക്ടർ സ്പേസ് ഡബ്ല്യുവിൻ്റെ ഓർഡേർഡ് ബേസിസ് ഞാൻ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഓർഡേർഡ് ബേസിസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയ മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൽ നിന്നും നമുക്ക് എഫ് ഓഫ് v1 കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് v1 പറയാൻ പറ്റും. എങ്ങനെയാണ് എഫ് ഓഫ് v1 നമ്മൾ ഫോം ചെയ്തത്? എഫ് ഓഫ് v1 നിങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ മുകളിൽ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് v1 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് x11 w1 പ്ലസ് x12 w2 പ്ലസ് എക്സെട്ര x1n wn. അത് ശരിക്കും ഈ മെട്രിക്സിൽ വരുമ്പോൾ x11, x12, എക്സെട്ര x1n എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ആയിരുന്നു അല്ലേ. ആ
ഇപ്പോൾ സ്കെയിലാർസ് എന്ന് പറയുന്നത് ഈ മാറ്റഫിലെ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ മാറ്റഫിലെ ഫസ്റ്റ് കോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കെയിലാർസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫസ്റ്റ് കോളം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഓഫ് v1 പറയാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ മാറ്റഫ് കിട്ടിയാൽ മാറ്റഫിലെ ഫസ്റ്റ് കോളം നോക്കുക. സോ ഫസ്റ്റ് കോളം ഏതാ വന്നിരിക്കുന്നത്? x11 x12 എക്സെട്ര x1 ആണ്. സോ അത് ആ സ്കെയിലാർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഓഫ് v1 പറയാൻ പറ്റും. സോ എഫ് ഓഫ് v1 നമുക്ക് എങ്ങനെ എഴുതാം? x11 ഇൻറ്റു w1 പ്ലസ് x12 ഇൻറ്റു w2 പ്ലസ് എക്സെട്ര x1n ഇൻറ്റു wn. അതായിരിക്കും എഫ് ഓഫ് v1 എന്ന് പറയും. ദെൻ എഫ് ഓഫ് v2 നമുക്ക് എങ്ങനെ എഴുതാം? മാറ്റഫിലെ സെക്കൻഡ് കോളം നോക്കിയാൽ മതി. മാറ്റഫിലെ സെക്കൻഡ് കോളം ഏതായിരുന്നു? x21 x22 എക്സെട്ര x2n. സോ അങ്ങനെയാണ് എഫ് ഓഫ് v2 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് v2 ഈസ് x21 w1 പ്ലസ് x22 w2 പ്ലസ് എക്സെട്ര x2n wn ആയിരിക്കും. സോ എക്സെട്ര എഫ് ഓഫ് വി എം എങ്ങനെ പറയാം? മാറ്റഫിലെ ലാസ്റ്റ് കോളം mth കോളം നോക്കിയാൽ മതി. മാറ്റഫിലെ mth കോളം ഏതാ? xm1 xm2 എക്സെട്ര xmn ആണ്. സോ എഫ് ഓഫ് വി എം എന്ത് വരും? xm1 w1 പ്ലസ് xm2 w2 പ്ലസ് എക്സെട്ര xmn wn. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ വെക്റ്റർ സ്പേസിൻ്റെ ഓർഡേർഡ് ബേസിസും രണ്ട് വെക്റ്റർ സ്പേസിലെയും ഫസ്റ്റ് വെക്റ്റർ സ്പേസിൻ്റെയും സെക്കൻഡ് വെക്റ്റർ സ്പേസിൻ്റെയും ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഓർഡേർഡ് ബേസിസ് യൂസ് ചെയ്ത് ഫോം ചെയ്ത മെട്രിക്സ് റെപ്രസെൻറ്റേഷനും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ബേസിസിൻ്റെ ഇമേജ് പറയാൻ പറ്റും. എഫ് ഓഫ് v1 എന്താണെന്ന് പറയാൻ പറ്റും. ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലെ ഫസ്റ്റ് കോളംസ് കൺസിഡർ ചെയ്താൽ നമുക്ക് എഫ് ഓഫ് v1 പറയാൻ പറ്റും. എഫ് ഓഫ് v2 കൺസിഡർ ചെയ്യാനായിട്ട് ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലെ സെക്കൻഡ് കോളം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഓഫ് v2 പറയാൻ പറ്റും. എക്സെട്ര ലാസ്റ്റ് കോളം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഓഫ് vm പറയാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായല്ലോ? മെട്രിക്സും ഓർഡേർഡ് ബേസിസുമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബേസിസ് എലമെൻസിൻ്റെ ഇമേജ് വാല്യൂസ് എഫ് ഓഫ് v1 എഫ് ഓഫ് v2 മുതൽ എഫ് ഓഫ് vm വരെ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോകുന്നത്. നമുക്ക് അടുത്ത തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം if v, w, capital V, capital W ആണ്. if v, capital V, capital W are dimensions m, if v, w are vector space of dimension are vector space, if v, w are of dimension vector space of dimensions m and n respectively. So v is an m dimensional vector space, w is an n dimensional vector space. If f, g, fg from v to w is a linear mapping. അതായത് എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ദ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. സിമിലർലി ജി ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. രണ്ടും ലീനിയർ മാപ്പിംഗ്സ് ആണ് വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ളത്. ദെൻ റിലേറ്റീവ് ടു ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് mat f plus g is equal to mat f plus mat g. That is matrix of f plus g is same as matrix of f plus matrix of g. And for every scalar lambda, mat lambda f is equal to lambda into mat f. That is matrix of lambda into f is same as lambda into matrix of f. മനസ്സിലായല്ലോ? mat f plus g is same as mat f plus mat g. mat lambda f is same as lambda into mat f. Okay. അപ്പോൾ എഫും ജിയും സെയിം വെക്ടർ സ്പേസിൽ നിന്നും സെയിം വെക്ടർ സ്പേസിലേക്കുള്ള രണ്ട് ലീനിയർ മാപ്പിംഗ് ആണ്. വിയിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള രണ്ട് ലീനിയർ മാപ്പിംഗ് ആണ് എഫും വിയും. എഫ് എന്ന് പറയുന്ന ഒരു m ഡയമെൻഷണൽ വെക്ടർ സ്പേസും വി എന്ന് പറയുന്ന ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസുമാണ്. ദെൻ റിലേറ്റീവ് ടു ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് പ്ലസ് ജി ഈ സെയിം ആസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് പ്ലസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ജി. ആൻഡ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലാംഡ എഫ് ഈ സെയിം ആസ് ലാംഡ ഇൻറ്റു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. സോ നമ്മൾ ആദ്യം തന്നെ എഫിൻ്റെയും ജിയുടെയും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കൺസിഡർ ചെയ്യണം. സോ വി ലെറ്റ് mat f is equal to matrix of f is equal to the matrix xij n by m ഡയമെൻഷൻ ഓർഡർ ആയിരിക്കുമല്ലോ. കാരണം വെക്ടർ സ്പേസ് വിയുടെ ഡയമെൻഷൻ m ആണെന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ n ആണ്. സോ നമ്മളെ മെട്രിക്സിൻ്റെ ഓർഡർ അപ്പോൾ എന്തായിരിക്കും? n by m ഓർഡർ ആയിരിക്കും അല്ലേ? സോ n by m ഓർഡർ ഉള്ളതായിരിക്കും. mat f-ൻ്റെ ഓർഡർ n by m ആയിരിക്കും. അതേപോലെ തന്നെ mat g-യും നമുക്ക് ചൂസ് ചെയ്യാം. സോ വി ലെറ്റ് mat g ഈസ് ഈക്വൽ ടു മെട്രിക്സ് y i j. അതിൻ്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും?
എൻ ബൈ എം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മാറ്റ് എഫ് ചൂസ് ചെയ്തു, മാറ്റ് ജിയും ചൂസ് ചെയ്തു റിലേറ്റഡ് ടു ഫിക്സഡ് ഓർഡേഡ് ബേസ്. ഇനി നമ്മൾ അതിൻ്റെ ഓർഡേഡ് ബേസിസ് കൃത്യമായിട്ട് പറയുന്നില്ല. സോ അതിൻ്റെ നമ്മൾ ഓർഡേഡ് ബേസിസ് കൺസിഡർ ചെയ്യുകയാണ്. വെക്ടർ സ്പേസ് വിയുടെ ഓർഡേഡ് ബേസിസിലായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വി ചൂസ് സെറ്റ് V1 എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്, വെക്ടർ സ്പേസ് വി. സോ വി ചൂസ് ഇറ്റ് ആസ് V1 V2 എക്സെട്ര Vm. സോ ദാറ്റ് ഇസ് ഓർഡേഡ് ബേസ് ഓഫ് വെക്ടർ സ്പേസ് വി. ഡബ്ല്യുവിൻ്റെ ഓർഡേഡ് ബേസിസ് എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഡബ്ല്യുവിൻ്റെ ഓർഡേഡ് ബേസിസ് ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, W1 W2 എക്സെട്ര Wn. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, വി ഐ എം എന്ന്. ഇതിനെ നമ്മൾ W I N എന്നും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ സെറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് സെറ്റുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മാറ്റ് എഫ് നമുക്കുണ്ട്, മാറ്റ് ജി നമുക്കുണ്ട്, വെക്ടർ സ്പേസ് വിയുടെ ഓർഡേഡ് ബേസിസ് നമുക്കറിയാം, ഡബ്ല്യുവിൻ്റെ ഓർഡേഡ് ബേസിസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് V1 എന്തായിരിക്കും വരിക? മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അറിയാം, ഓർഡേഡ് ബേസിസ് അറിയാം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് V1 എങ്ങനെ പറയാം? തൊട്ട് മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എഫ് ഓഫ് V1 നമുക്ക് എങ്ങനെ പറയാം? മാറ്റ് എഫിൻ്റെ ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്താൽ മതി അല്ലേ? മാറ്റ് എഫിൻ്റെ ഫസ്റ്റ് കോളം വെച്ചുകൊണ്ട് നമുക്ക് എഫ് ഓഫ് V1 പറയാം. മാറ്റ് എഫിൻ്റെ ഫസ്റ്റ് കോളം ഏതാ വരിക? ഫസ്റ്റ് കോളം ഈസ് എക്സ് I1, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് X11 X12 X13 എക്സെട്ര X1n. ശരിയാണല്ലോ? മാറ്റ് എഫിൻ്റെ ഫസ്റ്റ് കോളം വരിക X11 X12 X13 ഫസ്റ്റ് കോളമാണ്, എക്സെട്ര X1n. സോ അങ്ങനെയാണ് എഫ് ഓഫ് V1 എന്ത് വരും? X11 W1 പ്ലസ് X12 W2 പ്ലസ് എക്സെട്ര X1n W1. ഇതായിരിക്കും എഫ് ഓഫ് V1 എന്ന് പറയുന്നത്. എഫ് ഓഫ് V1. എഫ് ഓഫ് V2 എന്തായിരിക്കും വരിക? എഫ് ഓഫ് V2 സെക്കൻഡ് ബേസിസ് വെക്ടറിൻ്റെ ഇമേജ് അണ്ടർ എഫ്. മാറ്റ് എഫിൻ്റെ സെക്കൻഡ് കോളം ഏതാ വരിക? X21 X22 X23 എക്സെട്ര X2n അതാണല്ലോ മാറ്റ് എഫിൻ്റെ സെക്കൻഡ് കോളം. അങ്ങനെയാണ് എഫ് ഓഫ് V2 എന്ത് വരും? X21 W1 പ്ലസ് X22 W2 പ്ലസ് എക്സെട്ര X2n W1. ശരിയായിരിക്കുമല്ലോ? X2n W1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് VI എന്ത് വരും? എഫ് ഓഫ് VI നമ്മൾ എങ്ങനെ എഴുതാം? അതിന് നമ്മൾ മാറ്റ് എഫിൻ്റെ ith കോളം കൺസിഡർ ചെയ്യുക. മാറ്റ് എഫിൻ്റെ ith കോളം ഏതാ വരിക? മാറ്റ് എഫിൻ്റെ ith കോളം എന്ന് പറഞ്ഞാൽ X1 Xi2 Xi3 എക്സെട്ര Xin. അതാണല്ലോ മാറ്റ് എഫിൻ്റെ ith കോളം എന്ന് പറയുന്നത്. സോ അങ്ങനെ എഫ് ഓഫ് VI എന്ത് വരും? Xi1 W1 പ്ലസ് Xi2 W2 പ്ലസ് എക്സെട്ര Xin W1. ക്ലിയർ ആണല്ലോ? സോ ദിസ് അവർ എഫ് ഓഫ് VI. എഫ് ഓഫ് VI ഈസ് Xi1 W1 പ്ലസ് Xi2 W2 പ്ലസ് എക്സെട്ര Xin Wn. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ j ഈസ് ഈക്വൽ ടു 1 to n xj. That is equal to sigma j is equal to 1 to n xij wj എന്നാണ് എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n xij wj എന്നാണ് നോട്ടിൽ എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തണം. സിഗ്മ j is equal to 1 to n xij wj എന്നാണ്. xij wj. ക്ലിയർ ആണല്ലോ? സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് ജി ഓഫ് V1 എഴുതാൻ പറ്റുമല്ലോ. ജി ഓഫ് V1 സെക്കൻഡ് ലീനിയർ മാപ്പിംഗ് ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജി ഓഫ് മാറ്റ് ജി നമുക്കറിയാം, ഓർഡേഡ് ബേസ് ഓഫ് V അറിയാം, ഓർഡേഡ് ബേസ് ഓഫ് W അറിയാം. അങ്ങനെ മാറ്റ് ജി ഓഫ് V1 എന്താ പറയുക? ജി ഓഫ് V1 നമ്മൾ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? മാറ്റ് ജിയുടെ ഫസ്റ്റ് കോളം എടുത്താൽ മതി. മാറ്റ് ജിയുടെ ഫസ്റ്റ് കോളം ഏതാ വരിക? Y11 Y12 Y എക്സെട്ര Y1n ആണല്ലോ മാറ്റ് ജിയുടെ ഫസ്റ്റ് കോളം വരുന്നത്. ശരിയാണല്ലോ? സോ അങ്ങനെയാണ് ജി ഓഫ് V1 എന്ത് വരും? Y11 W1 പ്ലസ് Y12 W2 പ്ലസ് എക്സെട്ര Y1n
W1 ശരിയാണല്ലോ, y1 and W1 ഇതാണല്ലോ G of V1 വരിക. G of V1. G of V2 എന്ത് വരും? ജിയുടെ സെക്കൻഡ് കോളം. ജിയുടെ സെക്കൻഡ് കോളം ഏതാ വരിക? മെട്രിക്സ് ഓഫ് ജിയുടെ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ y21 y22 എക്സ്ട്രാ y2n. സോ അങ്ങനെയാണെങ്കിൽ G of V2 എന്ത് വരും? y21 W1 പ്ലസ് y22 W2 പ്ലസ് എക്സെട്രാ y2n W. ശരിയാണല്ലോ, y2n W ഇതാണല്ലോ G of V2 വരിക. G of V2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ G of Vi എന്തായിരിക്കും വരിക? G of Vi. G of Vi ഫോം ചെയ്യാൻ നമ്മൾ ജിയുടെ ith കോളം എടുത്താൽ മതി. ജിയുടെ ith കോളം ഏതാ വരിക? yi1 yi2 എക്സെട്രാ yin. ശരിയാണല്ലോ, ജിയുടെ ith കോളം. therefore G of Vi എന്ത് വരും? G of Vi is equal to yi1 w1 plus yi2 w2 plus എക്സെട്രാ yin wn. ശരിയാണല്ലോ, yin wn. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ j ഈക്വൽ ടു 1 to n y ij wj. സമ്മേഷൻ j ഈക്വൽ ടു 1 to n y ij wj. ദാറ്റ് ഈസ് G of Vi സമ്മേഷൻ j ഈക്വൽ ടു 1 to n y ij wj. f of Vi നമ്മൾ എഴുതിയിട്ടുണ്ട്, സമ്മേഷൻ j ഈക്വൽ ടു 1 to n x ij wj. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് നെക്സ്റ്റ് വി കൺസിഡർ എഫ് പ്ലസ് ജി ഓഫ് വി ഐ. എഫ് പ്ലസ് ജി ഓഫ് വി ഐ. സോ എഫ് പ്ലസ് ജി ഓഫ് വി ഐ. സോ എഫ് പ്ലസ് ജി ഓഫ് വി ഐ is equal to, we can write that is equal to f of vi plus g of vi, and that is equal to f of vi plus g of vi, and that is equal to summation f of vi നമുക്കറിയാം, g of vi നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ f of vi summation j equal to 1 to n x I j w j. g of vi summation j equal to 1 to n y I j w j. so that is equal to എങ്ങനെ പറയാം? summation j equal to 1 to n x I j plus y I j into w j. കറക്റ്റ് ആണല്ലോ, x I j plus y I j into w j. ഓക്കെ, ഇതാണ് എഫ് പ്ലസ് ജി ഓഫ് വി ഐ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പ്ലസ് ജി ഓഫ് വി വൺ എന്താ വരിക? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് വി ഐ കിട്ടി. എഫ് പ്ലസ് ജി ഓഫ് വി ഐ നമുക്ക് കിട്ടി. വേർ ഐ വേരീസ് ഫ്രം 1 to എക്സെട്രാ എം. ഐ വേരീസ് ഫ്രം 1 to m. ക്ലിയർ ആണല്ലോ, v1 v2 എക്സെട്രാ വി എം വരെ അല്ലേ? v1 v2 എക്സെട്രാ വി എം വരെയാണ്. സോ ഐ വേരീസ് ഫ്രം 1 to m. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് വി വൺ എന്താ വരിക? എഫ് പ്ലസ് ജി ഓഫ് വി വണ്ണ് ഈ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് എഫ് പ്ലസ് ജി ഓഫ് വി വണ്ണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എഫ് പ്ലസ് ജി ഓഫ് വി വൺ നമുക്ക് എന്ത് വരും? എഫ് പ്ലസ് ജി ഓഫ് വി വൺ ബിക്കം ദറ്റ് ഈസ് ഐ ഈക്വൽ ടു 1. ഫോർ ഐ ഈക്വൽ ടു 1 വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n എക്സ് എക്സ് 1j പ്ലസ് വൈ 1j ഇൻറ്റു ഡബ്ല്യു ജെ. ഇതാണല്ലോ എഫ് പ്ലസ് ജി ഓഫ് വി വൺ വരിക. എഫ് പ്ലസ് ജി ഓഫ് വി ടു എന്ത് വരും? ഫോർ ഐ ഈക്വൽ ടു 2 ദറ്റ് ഈസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n x2j പ്ലസ് y2j ഇൻറ്റു ഡബ്ല്യു ജെ. ദിസ് എഫ് പ്ലസ് ജി ഓഫ് വി ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റ് എഫ് പ്ലസ് ജി പറയാൻ പറ്റും, ശരിയല്ലേ? മാറ്റ് എഫ് പ്ലസ് ജി, മാറ്റ് എഫ് പ്ലസ് ജി പറയാമല്ലോ. അതായത് വി വണ്ണിൻ്റെ ഇമേജ് എടുത്തു അണ്ടർ എഫ് പ്ലസ് ജി, അതിനെ ഞാൻ ഡബ്ല്യു ജെകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. വി ടുവിൻ്റെ ഇമേജ് എടുത്തു അണ്ടർ എഫ് പ്ലസ് ജി, അതിനെ ഞാൻ ഡബ്ല്യു ജെകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ എഫ് പ്ലസ് ജി ഓഫ് എവിടം വരെ നമുക്ക് എഴുതി പോവാം? എഫ് പ്ലസ് ജി ഓഫ് വി എം വരെ നമുക്ക് എഴുതി പോവാം. ഐ വേരീസ് ഫ്രം 1 to m. അപ്പോൾ വി വൺ വി ടു മുതൽ വി എം വരെയുള്ള ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് വാല്യൂസ് അണ്ടർ എഫ് പ്ലസ് ജി ആണ് എടുത്തു. അതിനെയെല്ലാം ഞാൻ w1 w2 എക്സെട്രാ ഡബ്ല്യു എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയാമല്ലോ. അങ്ങനെ മാറ്റ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാറ്റ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഇപ്പോൾ എഴുതി ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വെച്ച് നമുക്ക് മാറ്റ് എഫ് പ്ലസ് ജി പറയാമല്ലോ. എന്താണ് വരിക? that is equal to the matrix
അതിൻ്റെ ഫസ്റ്റ് കോളം ഏതായിരിക്കും? മാറ്റ് എഫ് പ്ലസ് ജിയുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? ഫസ്റ്റ് കോളം ഈസ് ഓക്കെ, ഇവിടെ എഴുതി കാണിക്കണം. മാറ്റ് എഫ് പ്ലസ് ജി, കൺസിഡർ മാറ്റ് എഫ് പ്ലസ് ജി. സോ ആണെന്നുകൊണ്ട് നമുക്ക് ആദ്യം ആ എക്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഫസ്റ്റ് റോ എന്തായിരിക്കും വരിക? എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തു. അത് എഫ് പ്ലസ് ജി ഓഫ് വി വണ്ണിൻ്റെ സ്കെയിലാർട്സ്, അത് വെച്ചാണ് നമ്മൾ ഈ എക്സിൻ്റെ ഫസ്റ്റ് റോ ഫോം ചെയ്യുന്നത്. സോ എഫ് പ്ലസ് ജി ഓഫ് വി വണ്ണിൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർട്സ് എടുക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ജെ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? x11 പ്ലസ് y11. സോ ദാറ്റ്സ് എ ഫസ്റ്റ് സ്കെയിലാർ x11 പ്ലസ് y11. സോ സെക്കൻഡ് സ്കെയിലാർ എന്തായിരിക്കും ഇതിൽ? w2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ, ദാറ്റ് ഈസ് ഫോർ j ഈക്വൽ ടു 2. സോ x12 പ്ലസ് y12 എക്സെട്ര. ലാസ്റ്റ് ഫോർ j ഈക്വൽ ടു n, wn കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ x1n പ്ലസ് y1n. ശരിയാണല്ലോ, x1n പ്ലസ് y1n. അപ്പോൾ ഇതായിരിക്കും എക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. x11 പ്ലസ് y11, x12 പ്ലസ് y12 എക്സെട്ര x1n പ്ലസ് y1n. ദെൻ w2ൻ്റെ v2ൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് എടുക്കുക. അവിടെ സ്കെയിലാർട്സ് അതായിരിക്കും സെക്കൻഡ് റോ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്കെയിലാർ w1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ ഏതാ വരിക? ഫോർ j ഈക്വൽ ടു 1, ദറ്റ് ഈസ് x21 പ്ലസ് y21. സോ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് x21 പ്ലസ് y21. w2ന് കറസ്പോണ്ടിങ് സ്കെയിലാർ ഫോർ j ഈക്വൽ ടു 2, x22 പ്ലസ് y22, x22 പ്ലസ് y22. സോ എക്സെട്ര. wn കറസ്പോണ്ടിങ് സ്കെയിലാർ ഫോർ j ഈക്വൽ ടു n, x2n പ്ലസ് y2n, x2n പ്ലസ് y2n. ശരിയാണല്ലോ, x2n പ്ലസ് y2n. ഓക്കെ, സോ എക്സെട്ര. ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എഫ് പ്ലസ് ജി ഓഫ് വി എമ്മിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ എഫ് പ്ലസ് ജി ഓഫ് വി എം എന്താ വരിക? സമ്മേഷൻ j ഈക്വൽ ടു 1 to n എക്സ് എം ജെ പ്ലസ് വൈ എം ജെ ഇൻറ്റു ഡബ്ല്യു ജെ. ഇതാണല്ലോ എഫ് പ്ലസ് ജി ഓഫ് വി എമ്മിൻ്റെ ഇമേജ് വരിക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എഫ് പ്ലസ് ജി ഓഫ് വി എം ബിക്കം സമ്മേഷൻ j ഈക്വൽ ടു 1 to n എക്സ് എം ജെ പ്ലസ് വൈ എം ജെ ഇൻറ്റു ഡബ്ല്യു ജെ. സോ അവിടെ എഫ് പ്ലസ് ജി ഓഫ് വി എം കൺസിഡർ ചെയ്യുമ്പോൾ w1ന് കറസ്പോണ്ടിങ് സ്കെയിലാർ ഏതാ വരിക? പ്രൈം ഈക്വൽ ടു ഫോർ j ഈക്വൽ ടു 1, സോ എക്സ് എം 1 പ്ലസ് വൈ എം 1. സോ എക്സ് എം 1 പ്ലസ് വൈ എം 1. ദെൻ w2ന് കറസ്പോണ്ടിങ് സ്കെയിലാർ എക്സ് എം 2 പ്ലസ് y xm2 plus ym2, xm2 plus ym2. Then etc. wn corresponding scalar xmn plus ymn. So scalar is xmn plus ymn. അപ്പോൾ ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് അതാണ് മാറ്റ് എഫ് പ്ലസ് ജി എന്ന് പറയും. സോ മാറ്റ് എഫ് പ്ലസ് ജി എന്ത് വരും? സോ മാറ്റ് എഫ് പ്ലസ് ജി ബിക്കം ഇതിൻ്റെ ട്രാൻസ്പോസ് എക്സ് ട്രാൻസ്പോസ് അല്ലേ, എക്സ് ട്രാൻസ്പോസ്. സോ എക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോ എന്തായിട്ട് മാറും? x11 പ്ലസ് y11, x21 പ്ലസ് y21 എക്സെട്ര xm1 പ്ലസ് ym1. സെക്കൻഡ് റോ എന്ത് വരും? x12 പ്ലസ് y12, x22 പ്ലസ് y22 എക്സെട്ര xm2 പ്ലസ് ym2. സോ ലാസ്റ്റ് റോ എന്ത് വരും? x1n പ്ലസ് y1n, x2n പ്ലസ് y2n എക്സെട്ര xmn പ്ലസ് ymn. ദാറ്റ്സ് ദ ലാസ്റ്റ് റോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് xij പ്ലസ് yij. ഓർഡർ എന്താ വരിക? xij പ്ലസ് yij n ബൈ m. ക്ലിയർ ആണല്ലോ? xij പ്ലസ് yij n ബൈ m. ഓക്കെ, അപ്പോൾ അത് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയമുള്ളവർ ഈ രീതിയിലൊന്ന് എഴുതി നോക്കുക. എഫ് പ്ലസ് ജി ഓഫ് വി വൺ, നമ്മൾ ആ എക്സ്പ്രഷൻ എഫ് പ്ലസ് ജി ഓഫ് വി ഐയുടെ എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എഫ് പ്ലസ് ജി ഓഫ് വി വൺ എഴുതാം, എഫ് പ്ലസ് ജി ഓഫ് വി ടു എഴുതാം, എക്സെട്ര എഫ് പ്ലസ് ജി ഓഫ് വി എം വരെ എഴുതി നോക്കാം. ദെൻ അതിൽ നിന്ന് നിങ്ങൾ ആ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുക. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് എഫ് പ്ലസ് ജി കിട്ടും. അപ്പോൾ അത് എഴുതി നോക്കുക, സംശയമുള്ളവർ അതിലൊന്ന് എഴുതി നോക്കുക. സോ ദാറ്റ് ഈസ് ഓഫ് ദ ഫോം xij മെട്രിക്സ് xij പ്ലസ് yij n ബൈ m എന്ന് കിട്ടും. സംശയമുള്ളവർ ആ രീതിയിൽ നിന്ന് എഴുതി നോക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു xij n by m plus yij n by m, yij n by m. Okay,
Then xij n by m is, that is our mat f. So that is mat f. Yij n by m, that is our mat g. So mat of f plus g is same as mat f plus mat g. ക്ലിയർ ആണല്ലോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ലാംഡ എഫിൻ്റെയും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയാൻ പറ്റും. ലാംഡ ഇൻറ്റു എഫ് എന്ന് പറയുന്നതിൻ്റെയും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഇതേ രീതിയിൽ നമുക്ക് പറയാം. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഹിയർ വി ഫോർ ദാറ്റ് വി കൺസിഡർ ലാംഡ എഫ് ഓഫ് വി ഐ. ലാംഡ എഫ് ഓഫ് വി വൺ. ലാംഡ എഫ് ഓഫ് വി വൺ എന്താ വരിക? ലാംഡ എഫ് ഓഫ് വി വൺ lambda f of v1 is equal to അത് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? ലാംഡ എഫ് ഓഫ് വി വൺ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? that is equal to lambda into f of v1. Lambda f of v1 is same as lambda into f of v1, and lambda into f of v1 that is equal to lambda into f of v1 ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മാറ്റ് എഫും മാറ്റ് ജിയും ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എഫ് ഓഫ് വി വൺ ആദ്യം എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് വി വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് വി വൺ ഈസ് x11w1. മാറ്റ് എഫ് നമ്മളിലുണ്ട്. സോ അതിൽ നമുക്ക് എഫ് ഓഫ് വി വൺ പറയാം. സോ x11w1 പ്ലസ് x12w2 പ്ലസ് എക്സെട്ര x1n w1. സോ that is our f of v1. So f of v1 is x11 w1 plus x12 w2 plus etc x1n w എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? x1n w. ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? We can write this is equal to lambda is also a scalar, x11 is a scalar, x12 is a scalar, etc x1n is a scalar. So scalarsനെ എല്ലാം ഒരുമിച്ച് എഴുതുന്നത് we can write that is equal to lambda x11 w1 plus lambda x12 w2 plus etc lambda x1n wn എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? lambda x1n w. So lambda f of v1 is lambda x11 w1 plus lambda x12 w2 plus etc lambda x1n wn. അങ്ങനെയാണെങ്കിൽ lambda f of vi എന്തായിരിക്കും വരിക? lambda f of vi is equal to എന്ത് വരും? lambda into ith കോളം എടുത്താൽ മതി അല്ലേ? ith കോളം lambda into ith കോളം ഏതാണ്? ith കോളം മാറ്റ് എഫിൻ്റെ ith കോളം that is xi1 xi2 etc xin. So lambda into xi1 w1 plus lambda into xi2 w2 plus etc lambda into xin wn എന്ന് വരും. that is lambda f of vi. ക്ലിയർ ആണല്ലോ? സോ lambda f of vi is equal to summation j equal to 1 to n lambda into xij wj എന്ന് വരും. സോ lambda f of vi is equal to summation j equal to 1 to n lambda into xij into wj. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് മാറ്റ് എഫ് എഴുതാൻ പറ്റും. മാറ്റ് ഓഫ് ലാംഡ എഫ്. നേരത്തെ നമ്മൾ പറഞ്ഞു എഫ് പ്ലസ് ജി ഓഫ് വി ഐ. എഫ് പ്ലസ് ജി ഓഫ് വി ഐ എന്ന് പറയുന്നത് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n xij പ്ലസ് yij ഇൻറ്റു wj ആയിരുന്നു. അവിടെ നമ്മൾ മാറ്റ് എഫ് പ്ലസ് ജി എഴുതിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മാറ്റ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് മെട്രിക്സ് xij പ്ലസ് yij ആണ് കിട്ടിയത്. എഫ് പ്ലസ് ജി ഓഫ് വി ഐ എന്ന് പറയുന്നത് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n xij പ്ലസ് yij ഇൻറ്റു wj ആയിരുന്നു. അതിൽ നമ്മൾ മാറ്റ് എഫ് പ്ലസ് ജി എഴുതിയപ്പോൾ ദാറ്റ് ഈസ് xij മെട്രിക്സ് xij പ്ലസ് yij ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ലാംഡ എഫ് ഓഫ് വി ഐ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ലാംഡ ഇൻറ്റു xij ഇൻറ്റു wj ആണ് കിട്ടിയത്. ദെൻ നിങ്ങൾ ഇതേ രീതിയിൽ എഴുതി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതേ രീതിയിൽ എഴുതി പോയി കഴിഞ്ഞാൽ മാറ്റ് ലാംഡ എഫ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക മെട്രിക്സ് ലാംഡ ഇൻറ്റു xij. അതിൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്? ഓഫ് ഓർഡർ n by m ആയിരിക്കും വരിക. സോ മാറ്റ് ലാംഡ എഫ് എന്ന് പറയുന്നത് മെട്രിക്സ് ലാംഡ xij ഓഫ് ഓർഡർ n by m ആയിരിക്കും കിട്ടുക. സംശയമുള്ള രീതിയിൽ എഴുതി പോവാം. ലാംഡ എഫ് ഓഫ് വി വൺ കണ്ടുപിടിക്കുക. ദെൻ ഇതിൽ നിന്ന് ലാംഡ എഫ് ഓഫ് വി വൺ നമുക്ക് എഴുതാം. ദെൻ ലാംഡ എഫ് ഓഫ് വി ടു നമുക്ക് എഴുതാം. Here also I varies from 1 to n. So etc lambda f of vm വരെ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദെൻ അതിൽ നിന്ന് നമുക്ക് എക്സ് ഫോം ചെയ്യാം. അതിന് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ദെൻ ദാറ്റ് ഈസ് മാറ്റ് ലാംഡ എഫ്. അതായിരിക്കും മാറ്റ് ലാംഡ എഫ് എന്ന് പറയും. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുക. സംശയമുള്ളവർക്ക് ഈ രീതിയിൽ എഴുതി പോകാവുന്നതാണ്. ഓക്കെ. സോ മാറ്റ് ലാംഡ എഫ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ലാംഡ xij n by m എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇസ് എ സ്കെയിലർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെട്രിക്സ് xij n by m. ലാംഡ ഇൻറ്റു മെട്രിക്സ് xij n by m എന്ന് കിട്ടും.
Okay, and that is equal to lambda into, this is our mat f. So mat lambda f is equal to lambda into mat f. ഓക്കെ, ക്ലിയർ ആണല്ലോ, ലാംഡ ഇൻറ്റു മാറ്റ് എഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ അസൈൻമെൻറ്റ്സ് ഞാൻ പറഞ്ഞ ആ അസൈൻമെൻറ്റ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ 7.3-ഉം 7.4-ഉം നിങ്ങൾ പേജ് നമ്പർ 115 ആണ്. പേജ് നമ്പർ 115 എക്സസൈസിൽ 7.1, 7.2, 7.3, 7.4 അതിൽ 7.3-ഉം 7.4-ഉം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ.